ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. നമ്മൾ ഭഗവാൻ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭക്തന്റെ ഉള്ളിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ പൂജിക്കുന്നത് ഭഗവാൻ ഗുരുവായൂരപ്പനെയാണ്. പക്ഷെ നമ്മൾ അറിയാതെ ഒരു വ്യക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒരിക്കൽ പോലും നമ്മുടെ ചിന്തകളിൽ പോലും ആ ഒരു വ്യക്തി ഉണ്ടാവില്ല. പക്ഷെ ഭഗവാൻ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ നാവിൻ തുമ്പിലൂടെ ആ ഒരു വ്യക്തിയുടെ നാമങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങും. അറിയാതെ തന്നെ ആ ഭഗവാന്റെ ഭക്തന്റെ ഉള്ളിൽ നിന്നും ആ ഒരു നാമം പുറത്തേക്ക് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു നാമം ഇല്ലാതെ ഭഗവാൻ ഇല്ല. ആ ഒരു നാമം ഉണ്ടെങ്കിലേ ഭഗവാനുള്ളൂ. ഭഗവാൻ സംതൃപ്തനാവുന്ന ആ ഒരു നാമത്തിലൂടെയാണ്. ആ ഒരു വ്യക്തി ആരാണ്? രാധാറാണി. ഭഗവാനെ സ്നേഹിക്കുന്ന ഭഗവാന്റെ ഭക്തരുടെ നാവിൻ തുമ്പിലൂടെ രാധാറാണിയുടെ മന്ത്രം പുറത്തേക്ക് വരും. നമ്മുടെ മനസ്സിൽ രാധാറാണിക്ക് ഒരു സ്ഥാനം വരും. രാധാറാണി ഇല്ലാതെ ഭഗവാനില്ല. അപ്പൊ എല്ലാവർക്കും ആ ഭഗവാന്റെയും രാധാറാണിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ജയ് രാധേശ്യാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.